ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. എല്ലാവർക്കും ഇന്നലെ എടുത്ത കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നോ? ഓൺലൈൻ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ? ഓൺലൈന് ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? Yes, sir. Yes, sir. ബാക്കിയുള്ളവർക്കോ? ഓക്കെ. അത് വീണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ആ കൺസെപ്റ്റ് വീണ്ടും ചെയ്ത് നോക്കിയോ? ഈ സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ പറയാം. ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാകാം. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്ന് തന്നെ 4-5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഞാനില്ലാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പെർഫെക്റ്റ് എന്ന് പറയാം. അത് ഇന്നലെ രാത്രി ചെയ്യാൻ പറ്റുന്നതല്ല, ഇന്നോ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അത് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. അത്രമാത്രം ആവശ്യമാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് അറിയോ? മൊത്തം ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഫ്രം ദ സ്ക്രാച്ച് ഒന്നുകൂടെ ചെയ്യാൻ തുടങ്ങും. ഡിലീറ്റ് ചെയ്യാൻ മീൻസ് കളയൊന്നും വേണ്ട, അവിടെ മാറ്റി വെച്ചിട്ട് പുതിയ ഫയൽ എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യങ്ങൾ ഈ ശനിയോ ഞായറൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇരുന്നൊന്ന് ചെയ്ത് നോക്കാം എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓക്കെയാണ്. അല്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നതിൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം എടുത്ത് ഇരുന്ന് ആലോചിച്ച് മനസ്സിലാക്കി ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ്. പിന്നെ തീരെ കിട്ടുന്ന എന്ത് ചെയ്യുക, പോയിട്ട് റെക്കോർഡിംഗ് വീഡിയോ റെഫർ ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരോട് ചോദിക്കുക. അവർ പറഞ്ഞിരുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ടും മനസ്സിലാവില്ല റെക്കോർഡിംഗ് ഫോളോ ചെയ്തോളൂ. എന്നിട്ടും മനസ്സിലാവില്ല എന്നോട് ചോദിച്ചോളൂ. അങ്ങനെ ചെയ്താലേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ. ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളായാലും വരും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, ഇന്നെടുത്ത കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് മുമ്പോട്ട് പോകും. ക്യൂമുലേറ്റീവ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ എന്ത് മനസ്സിലാവും, മുമ്പത്തെ കാര്യം എന്തിനാണ് പഠിച്ചിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതല്ല എല്ലാവരോടും ഇഷ്യൂ. പണ്ട് അത് എന്തിനു പഠിച്ചു എന്നൊരു ചോദ്യം എനിക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ. പണ്ട് ട്രിഗണോമെട്രി എന്തിനു പഠിച്ചു, പണ്ട് ഇന്റഗ്രേഷൻ എന്തിനു പഠിച്ചു, മറ്റേതെന്തിനു പഠിച്ചു, ലോഗരിതം എന്തിനു പഠിച്ചു, എനിക്ക് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. അതിനൊരു ആൻസർ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ പഠിച്ച എല്ലാം തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. എന്തിനത് പഠിച്ചു, അല്ലെങ്കിൽ എന്തിന്, അതിനുള്ള ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് മുമ്പോട്ട് പോകട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. പ്രോഗ്രസിംഗ് ഓരോ ദിവസവും ഒരു ലൈൻ ചാർട്ട് എടുത്തിട്ട് വരച്ചു നോക്കും. ലൈൻ ചാർട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകുന്നതെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ലൈൻ ചാർട്ട് നിങ്ങൾ വരക്കുമ്പോൾ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാ പോകുന്നത്. എന്താ പ്രോഗ്രസ്? അത് നിങ്ങൾ സിനിമയിലൊക്കെ ICU കാണിക്കുമ്പോൾ കാണിക്കാറല്ലേ, ലൈൻ ചാർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവല്ലേ. അത് സ്ട്രെയിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം, അത് ജീവനില്ല അല്ലേ. അപ്പൊ നിങ്ങളുടെ ലൈൻ ചാർട്ട് സ്ട്രെയിറ്റ് ആവുമ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ കരിയറിന് വല്ല ജീവനൊന്നുമില്ല. അത് സ്ട്രെയിറ്റ് ആയിരിക്കും. അതിന് ഒന്നിക്ക് താഴത്തോട്ട് പോകുന്നുണ്ടെങ്കിലും നല്ലതാവും. നിങ്ങൾ എന്തോ എന്തായിരിക്കുന്നത്, അത് താഴത്തോട്ട് പോയിരിക്കുന്നത്. താഴത്തോട്ട് പോയ ഒരാൾ അതിനെപ്പോഴും ഉയർത്താൻ ശ്രമിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ വരച്ചു നോക്കുക, നിങ്ങൾ ഇതുവരെയുള്ള ലൈഫിൽ ഓരോ ടേണിംഗ് പോയിന്റ് വെച്ച് മനസ്സിലാവും അത് എങ്ങോട്ടാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ പിന്നെ അത് മാറ്റേണ്ട സമയമായി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഇവിടെ എന്തോ വലിയ ചേഞ്ചസ് ഉണ്ട്. താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് താഴത്തോട്ട് പോയി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ എന്തോ ഒരു കാര്യം ട്രൈ ചെയ്തുകൊണ്ട് മാത്രമേ താഴത്തോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആ കാര്യം, അത് എന്തിനായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അത് ആവശ്യമുള്ളതായിരുന്നോ ആവശ്യമില്ലാത്തതായിരുന്നു. ആവശ്യമുള്ളതായിരുന്നെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് എന്താവും, അത് മുകളിലോട്ട് പോകും. ഞാൻ ഈ രീതിയിൽ പഠിച്ചാലും മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി പഠിക്കേണ്ട ഇതെന്താവും, ലോഡ് കൂടിക്കൂടി വരിക ചെയ്യില്ല കേട്ടോ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഓരോ വയസ്സ് കൂടുന്തോറും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം എന്താ ലോഡ് കൂടുകയോ ചെയ്യും, ഒന്നും കുറയാൻ പോകുന്നില്ല. നിങ്ങളതിനെ ആലോചിച്ച് നോക്കോ, പണ്ട് എത്ര ഫ്രീ മൈൻഡ് ആയിരുന്നു, ഇപ്പൊ ഫ്രീ മൈൻഡ് ആണോ? അല്ല. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പണിയെടുക്കേണ്ടി വരും, അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എന്താവും, ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ടാവും. ഉം.
ഇനി അതിനേക്കാളും കോംപ്ലക്സ് ആണ് ഇനി അങ്ങോട്ടുള്ള ലൈഫ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോയാൽ മാത്രമേ ബാലൻസ്ഡ് ആവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ, അതായത് നാളെ മുതൽ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഇപ്പോൾ എന്ത് വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിനെന്ത് ചെയ്യുക, അതിന് മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് തന്നെ ഇവിടുന്ന് ചേഞ്ച് ആവുന്ന കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളുടെ ഇതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്തായിരുന്നു? ഉം? ഇന്നലെ ചെയ്ത അതേ കാര്യം തന്നെ, ഒരു സ്ലൈസർ വെച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വേറൊരു ക്ലാസ് ചെയ്തപ്പോൾ എന്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇന്നലെ അത് ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കിയതായിരുന്നു. ചെറുതായി പാളിപ്പോയി, സ്ലൈസർ എടുത്ത ഡേറ്റ് മാറിപ്പോയതേ ഉള്ളൂ. ഡേറ്റ് വേറെ ടേബിൾ നിർത്തിയാൽ വർക്ക് ആവുമോ? ഇല്ല, ഡേറ്റ് ടേബിൾ നിർത്താതെ വർക്ക് ചെയ്യും. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനെക്കാളും വേറൊരു ഡിഫറെന്റ് ടൈപ്പ് കൺസെപ്റ്റ് ആണ് കേട്ടോ. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിലെല്ലാം ഓക്കെ അല്ലേ? ഇതിലെ കുറച്ച് ഫങ്ഷൻസ് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നോക്കിയിട്ടുണ്ടായിരുന്നോ? എല്ലാം ക്ലിയർ ആയിരുന്നോ? ഡേറ്റിങ് മന്ത് ആഡ് ചെയ്യാൻ മന്ത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഡേറ്റ്. യെസ്, പിന്നെ മന്ത് ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്തിട്ടുള്ള മന്തിന്റെ ലാസ്റ്റ് അവസാനത്തെ ദിവസം അതിൽ മന്ത് മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മന്ത് മാത്രമേ ഇടാൻ പറ്റും. ഇപ്പം 6 മാസം എന്ന് പറഞ്ഞാൽ 6 കൊടുക്കേണ്ടി വരും. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 കൊടുക്കേണ്ടി വരും. 1.5 ഇയർ എന്ന് പറഞ്ഞാൽ 18 കൊടുക്കേണ്ടി വരും. 2 ഇയർ എന്ന് പറഞ്ഞാൽ 24 കൊടുക്കേണ്ടി വരും. ബാക്കിലേക്ക് മൈനസ് കൊടുത്താൽ മതി. ബിഫോർ ആണെങ്കിൽ -6, ആഫ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് 6. അത്രയുള്ള കണ്ടീഷൻ. അവിടെ ഇന്റർവൽ എപ്പോഴും മന്തിന്റെ കൗണ്ടിൽ തന്നെ പാസ് ചെയ്യണം, ഇയറിന്റെ വേറെ ഒന്നുമല്ല, എല്ലാം മന്തിന്റെ കൗണ്ടിൽ മാത്രം. ഇപ്പൊ 2.5 വർഷം എന്ന് പറഞ്ഞാൽ എത്രയായി? 24 + 6 30 തന്നെ കൊടുക്കണം. അവിടെ 2.5 എന്ന് കൊടുത്താലൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. 2 എന്ന് കൊടുത്താൽ എന്തായി? അത് 2 മാസം മുമ്പിലോട്ടോ പോവുക. -2 എന്ന് കൊടുത്താൽ 2 മാസം പുറകിലോട്ട് പോകും. അതുപോലെ വീക്ക് ഡേയില് എത്രാമത്തെ ഡേ ആണ് ആ വീക്കിലേക്ക് ഡിജിറ്റായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാറ്റാന്ന് പറയും. സ്റ്റാർട്ട് ചെയ്യുന്ന മാറ്റാൻ പറ്റും. അതിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ലേ? വീക്ക് ഡേയും വീക്ക് നമ്പും കാണുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. അത് ഓപ്ഷനിലാണ്. നമ്മൾ ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 1 ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. അതിൽ വീക്ക് ഡേയിൽ 3 റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, 1, 2, 3. അതിൽ 1 എന്താണെന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരും, എങ്ങനെയാണ് നമ്പർ സിസ്റ്റം പോകുന്നത്. 2 എന്താണെന്ന് അവിടെ കാണിച്ചു തരും. അതുപോലെ വീക്ക് നമ്പർ വന്നാൽ ഒരുപാട് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. 1 2 എന്നല്ല, 1 11 22 എന്നൊക്കെ പറഞ്ഞ, അല്ല 1 12 30 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. വീക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഇയറിലെ ഓരോ വീക്ക്, ഒരു ഇയറിൽ 53 വീക്ക് ഉണ്ടാവും മാക്സിമം, 52 അല്ലെങ്കിൽ 53. അപ്പൊ അതിൽ ഏത് വീക്കിലാണ് നമ്മൾ കറണ്ട് ഇല്ലെന്ന് കാണിച്ചു തരാം. അതിലിപ്പോ ആ ഡേ തുടങ്ങുന്നത് വെച്ചിട്ട് വീക്ക് മാറും. ഇപ്പൊ നമ്മൾ ഏതാണ് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? സൺഡേ. ചിലപ്പോൾ വേറെ കൺട്രിയിൽ എന്തായിരിക്കും? മൺഡേ ആയിരിക്കും, ട്യൂസ്ഡേ ആയിരിക്കും, വെനസ്ഡേ ആയിരിക്കും, തേഴ്സ്ഡേ ആയിരിക്കും, ഫ്രൈഡേ ആയിരിക്കും, സാറ്റർഡേ ആയിരിക്കും. അത് ഓരോ കമ്പനി ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ എല്ലാ കമ്പനിയും ഒരേ പേറോളായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു കമ്പനി, ഇപ്പൊ നമ്മളെ പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു മന്തിന്റെ കൗണ്ട് എങ്ങനെ എടുക്കുന്നത്? 1 മുതൽ 31 വരെ എന്നുള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും ഡേറ്റ്. പക്ഷെ കമ്പനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? അടുത്ത ദിവസം ചിലപ്പോ 1 മുതൽ 30 വരെ ആയിരിക്കും അടുത്ത മാസം ഉണ്ടാവുക. അല്ലെങ്കിൽ അടുത്ത മാസം എന്തായിരിക്കും 1 മുതൽ 28 വരെ ആയിരിക്കും. അപ്പൊ അവർ കറക്റ്റ് പേറോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരെന്ത് ചെയ്യും? ഒന്നിക്കലും ഒരു 25 ദിവസത്തിന്റെ ഒരു കൺസെപ്റ്റിലോട്ട് പോകും. അതിലിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു മാസത്തെ 2-ാം തീയതി മുതൽ അടുത്ത 25 ദിവസമായിരിക്കും അവർ. 25 ഉണ്ടാവില്ല, ഒരു 30 ആയിരിക്കും. ചിലപ്പോൾ അവരെടുക്കുന്നത് എന്തായിരിക്കും? ഓരോ മാസത്തായിരിക്കും 20 ടു നെക്സ്റ്റ് മന്തിൽ 20. ഇതായിരിക്കും അവരുടെ കൺസെപ്റ്റ് വരും. അല്ലെങ്കിൽ ഈ മാസത്തെ 10-ാം ദിവസം തൊട്ട് അടുത്ത മാസത്തെ 10-ാം ദിവസം വരെ. അപ്പൊ അവിടെ കൺസെപ്റ്റ് മാറുന്നുണ്ട്, കറക്റ്റ് അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് റിട്ടേൺ ടൈപ്പ് ഒക്കെ എടുക്കാനാണ് ആ രീതിയിൽ റിട്ടേൺ ടൈപ്പ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് ആരെടുത്തോളൂ? 1 എടുത്തു പോകും. വീക്ക് ഡേയും വീക്ക് നമ്പർ ചൂസ് ചെയ്യും. പിന്നെ ടുഡേ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? നവോ
ടുഡേയും നൗ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ടുഡേ കറണ്ട് ഡേറ്റ് റിട്ടേൺ ചെയ്യും. ടൈം ഉണ്ടാവും, പക്ഷെ ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. മോർണിംഗ് 12 AM അത് ഫിക്സ് ആയിട്ട് ഉണ്ടാവും, ചേഞ്ച് ആവില്ല. നൗവിലാവുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ടൈം കൂടെ അവിടെ കിട്ടും, ഡേറ്റും കറണ്ട് ടൈമും കിട്ടും. അത് നോക്കിയാൽ മതി. ടുഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന്. നൗ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇപ്പോ. അതെന്താ എന്ന് പറഞ്ഞാൽ ഡേറ്റും വേണം ടൈം ആണെങ്കിൽ നമുക്ക് ആ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അതെന്താവും? ടുഡേ ആയിട്ട് പോകും. അതിന്റെ മീനിങ് തന്നെ നോക്കിയാൽ മതി മലയാളം. UTC ടുഡേ എന്താ? യൂണിവേഴ്സൽ കോർഡിനേറ്റ് ടൈം. യു മീൻസ് യൂണിവേഴ്സൽ, ടി മീൻസ് ടൈം, സി ഫോർ കോർഡിനേറ്റ്. ഇത് ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈം. അത് GMT എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. സെയിം തന്നെയാണ് UTC. UTC ടൈമും ഇന്ത്യൻ ടൈമും എത്ര വ്യത്യാസമുണ്ട്? എത്ര? UTC പ്ലസ് 5:30 ആണോ UTC മൈനസ് 5:30? പ്ലസ് 5:30. നമ്മൾ 5.5 മണിക്കൂർ മുമ്പാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ടൈം കൂടെ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യും? UTC നൗ എടുക്കാം. പിന്നെ ഒരു ഡേറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഇയർ എക്സ്ട്രാക്ട് ചെയ്യാൻ ഇയർ യൂസ് ചെയ്യാം. ഇയറിനകത്ത് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് എന്താ? ഡേറ്റ്. ഒരു സിംഗിൾ ഡേറ്റ്. മന്ത് ആണെങ്കിലും സെയിം തന്നെ, ക്വാർട്ടർ ആയാലും ഡേ ആയാലും വീക്ക് ഡേ ആയാലും വീക്ക് നമ്പർ ഈ ഡേറ്റ് ഇയോ മതി. ഇതിന്റെ ഒക്കെ അകത്ത് പാസ് ചെയ്യേണ്ട ഒരു ആർഗ്യുമെന്റ് എന്താണ്? ഡേറ്റ് തന്നെയാണ്. ആ ഡേറ്റ് നമുക്ക് എത്ര രൂപത്തിൽ പാസ് ചെയ്യാം? ഈ 5 രൂപത്തിൽ പാസ് ചെയ്യാം, അല്ലേ? പിന്നെ അതിൽ ആർഗ്യുമെന്റ്സ് എന്ത് ചെയ്യാം? ഈ 5 രൂപത്തിൽ കൊടുക്കാം. ഡേറ്റ് കൊടുക്കാം, ടുഡേ യൂസ് ചെയ്യാം, നൗ യൂസ് ചെയ്യാം, UTC ടുഡേ യൂസ് ചെയ്യാം, UTC നൗ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഈ 5 ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ആൾക്കാരെ മൊത്തം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. എന്നെ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി തന്നെ. ക്ലിയർ ആണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ 5 ആൾക്കാർക്ക് എപ്പോഴും എന്തുമാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റൂ? ഒരു സിംഗിൾ വാല്യൂ. മീൻസ് മെഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യും. ഇവരെയോ? ഇതിന് മെഷറിന്റെ സിറ്റുവേഷനിൽ മെഷർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. കോളം ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ കോളം ക്രിയേറ്റ് ചെയ്യാനും ഈ ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും പറ്റും. നിങ്ങൾ ഇതുവരെ എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവോ? മെഷർ മാത്രമായിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവും. കോളം ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലും ഈ ആൾക്കാരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. പക്ഷെ അതിനെന്ത് വേണം? ആ ടേബിളിൽ ഒരു ഡേറ്റ് ഡാറ്റ ടൈപ്പ് ഇരുന്ന കോളം ഉണ്ടായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു? ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഏത് ഫംഗ്ഷന്റെ ഹെൽപ്പോട് കൂടെ? കലണ്ടർ ഫംഗ്ഷന്റെ ഹെൽപ്പോട് കൂടെ. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഡേറ്റ് മാത്രമേ ഉള്ളൂ, അല്ലേ? എനിക്ക് ഇയറിനെ മാത്രം ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇയറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? ഇയർ ഫംഗ്ഷൻ. ഇവിടെ എങ്ങനെ ഇയർ വേണ്ടത്? ഒരു കോളത്തിലല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ന്യൂ കോളം. കോളത്തിന്റെ പേര് ഞാൻ ഇവിടെ ഇയർ തന്നെ പേര് പാസ് ചെയ്തു. ഇയർ ഈക്വൽ ടു ഫംഗ്ഷൻ തന്നെയാണ് ഇയർ. അവിടെ മെഷീൻ ചോദിക്കുന്നത്, സോറി ഡബിൾ ടാപ്പ് ചെയ്തതിന്റെ ഇഷ്യൂ ആണ്. എന്താ ചോദിക്കുന്നത്? എനിക്കൊരു ഡേറ്റ് താന്നേ ചോദിക്കുന്നുള്ളൂ. ഒരു ഡേറ്റ് മൊത്തം നമ്മൾ എവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്? ഡേറ്റ് കോളത്തിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ കോളം അവിടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഓരോ റോയിൽ നിന്നും ഡേറ്റ് എടുത്തെടുത്ത് അതിനകത്ത് ഇയറിന് എക്സ്ട്രാക്ട് ചെയ്യും. മെഷർ വർക്കിന് അത്ര സ്പീഡിലാവില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ടോ? ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്യണം. അതുപോലെ മന്തിനെ എടുക്കാൻ ആ യൂസ് ചെയ്താൽ മതി. മന്ത്, ക്വാർട്ടറിന് എടുക്കാൻ ക്വാർട്ടർ, ഡേന് എടുക്കാൻ ഡേ, വീക്കിന് എടുക്കാൻ വീക്ക് ഡേ, അതിന്റെ ഇത് കണ്ടുപിടിക്കാൻ എന്താണ്? വീക്ക് നമ്പർ കണ്ടുപിടിക്കാൻ വീക്ക് നമ്പർ. ഇനി ഈ ഡേറ്റും ഇഒ മന്ത് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം? ഒരു പർച്ചേസ് ഡേറ്റ് ആയിട്ട് കണക്ക് കൂട്ടുക. ഇതാണ് ഓരോ ക്ലയന്റും വാങ്ങിയിരിക്കുന്ന പർച്ചേസ് ഡേറ്റ്. എന്റെ കമ്പനിയിൽ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും കറക്റ്റ് 6 മാസം കഴിഞ്ഞാൽ അതിന്റെ വാറണ്ടി എക്സ്പയർ ആവും. ഇപ്പൊ എന്ത് ചെയ്യണം? ആ വാറണ്ടി എക്സ്പയർ ആവുന്ന കാര്യം അവരെനിക്ക് ഇൻഫോം ചെയ്യണം. എന്ത് ചെയ്യണം? എക്സ്പയർസിന്റെ ഡേറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നോക്കിയിട്ട് നമുക്ക് അവരെ ഇൻഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് 6 മാസം കഴിയുന്ന ഡേറ്റ് എനിക്ക് കിട്ടണം. ആര് യൂസ് ചെയ്യാം? ഈ ഡേറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? മെഷർ ആയിട്ടല്ല വേണ്ടത്, കോളമായിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂ കോളം. കോളത്തിന്റെ പേര് ഞാൻ ജസ്റ്റ് എക്സ്പയറി ഡേറ്റ് എന്ന പേര് പാസ് ചെയ്യും. എക്സ്പയറി ഡേറ്റ് ഈക്വൽ ടു ഈ ഡേറ്റ്. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് സ്റ്റാർട്ട് ഡേറ്റ് ഏതാണ്, ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഡേറ്റ് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡേറ്റ് എന്ന് പറഞ്ഞ കോളം, അതിനെ കോളം ചെയ്യാം. ഡേറ്റ് കോമ എത്ര മാസം കഴിഞ്ഞിട്ടാണ് വേണ്ടത്? നമുക്ക് എന്താണ്? ബിഫോർ ആണോ ആഫ്റ്റർ ആണോ? ആഫ്റ്റർ 6 months. 6 പാസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ ചെയ്യുന്നു. കണ്ടോ? ഇതാണ്
അവരുടെ എല്ലാവരുടെയും വാറണ്ടി എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടോ? ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വാറണ്ടി എക്സ്പയർ ആവാറായി, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാം. ഉണ്ടോ? ഇനി അടുത്ത അവിടെ വരുന്നത് കറക്റ്റ് 6 മാസം കഴിഞ്ഞ എക്സാക്ട് ഡേ അല്ല, ആ മന്തിന്റെ എൻഡ് ഡേറ്റ് കണ്ടുപിടിക്കണം. അത് ചില കോൺട്രാക്ട് അങ്ങനെ ഉണ്ടാവും. കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് ഞാൻ ഇന്ന് സൈൻ ചെയ്താലും, അതായത് 8/10/2025 സൈൻ ചെയ്താലും അതിന് 1 മാസം അതിന് എക്സ്പയറി ഉണ്ടാവും. പക്ഷെ 1 മാസം ദിവസ കണക്കല്ല, ഇതായിരിക്കും. നെക്സ്റ്റ് മന്ത് അവസാനം എന്താവും, അത് എക്സ്പയർ ആവും. നെക്സ്റ്റ് മന്ത് അവസാനം November 31 എന്താവും, അത് എക്സ്പയർ ആവും. അത് ഞാൻ ഇന്ന് എടുത്താലും നാളെ എടുത്താലും അത് എപ്പോൾ എക്സ്പയർ ആകുന്നു, നവംബർ ലാസ്റ്റിന് എക്സ്പയർ ആകും. ക്ലിയർ ആയോ? ഇനി അത് October 1 സൈൻ ചെയ്താലും സെയിം തന്നെ. എപ്പോഴത് എക്സ്പയർ ആകും, 31 November 2025 അത് എക്സ്പയർ ആകും. ഇങ്ങനെ ചില പ്ലാൻസ് കാണാറില്ലേ? അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് ഏതാ? ഫസ്റ്റ് ഡേ തന്നെ എടുക്കണം. പിന്നെ എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും മിസ് ആവുകയാണ്. ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്താണ് ഞാൻ അടുത്ത പറയാണ്, September 10 എടുക്കണം. 10/9/2025 ഒരു പ്ലാൻ എടുത്തു. അതെപ്പോഴും എക്സ്പയർ ആവുക, കറക്റ്റ് 1 മാസം. കറക്റ്റ് 1 മാസം അല്ല, നെക്സ്റ്റ് മന്തിന്റെ അവസാനം വരെ അത് യൂസ് ചെയ്യാം. എത്ര വരെ പോകും? October ലാസ്റ്റ് വരും, 30/10/2025. അത് ആ ഒരു സെപ്റ്റംബർ മാസം ഏത് ദിവസം എടുത്താലും എത്ര വരെ പോകും? നെക്സ്റ്റ് മന്തിന്റെ അവസാനം വരെ പോകും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആരെ യൂസ് ചെയ്യാം? EO മന്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. EO മന്ത്. എക്സാക്ട് ഡേ എന്നുള്ള ഈ ഡേറ്റ്, മന്തിന്റെ ലാസ്റ്റ് ഡേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഏത് ഫംഗ്ഷനിലോട്ട് പോവാം? EO മന്തിലോട്ട് പോവാം. ക്ലിയർ ആണ് എല്ലാവർക്കും പറഞ്ഞ കാര്യം? ഇത് കാണിച്ചു തരാം. ന്യൂ കോളം, ഇതിന്റെ പേര് ഞാൻ ജസ്റ്റ് എക്സ്പയറി ഡേറ്റ് തന്നെ കൊടുക്കാം. എക്സ്പയറി ഡേറ്റ് 1 കൊടുക്കാം, ഈക്വൽ ടു EO മന്ത്. സ്റ്റാർട്ട് ഡേറ്റ് ഏതായിരിക്കും? സെയിം ഡേറ്റ് തന്നെ, കോമ. ഞാൻ സെയിം 6 തന്നെ പാസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കറക്റ്റ് ഫീൽ ചെയ്യും. കണ്ടോ? 1/1/2017 എടുത്താലും അത് 31/7 തീരും. 2/1 എടുത്താലും 31/7 വരെ ഉണ്ടാവും. അപ് ടു എത്ര വരെ ഉണ്ടാവും? January 31 എടുത്താലും 31/7 തീരും. സെറ്റ് എന്താണ്? ഫെബ്രുവരി മന്തായി, അത് മാറി 8 മാസത്തിലോട്ട് പോയല്ലോ. ഇതാണ് EO മന്തിന്റെ കൺസെപ്റ്റ്. ഒരു മന്തിന്റെ എൻഡ് ഡേറ്റ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി, നിങ്ങൾക്ക് ആര് യൂസ് ചെയ്യാം? EO മന്തിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പൊ ഇതില് ഈ ഒരു ഇയർ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഫങ്ഷൻസ്, ഇയർ, മന്ത്, ക്വാർട്ടർ, ഡേ, വീക്ക് നം, ഈ ഡേറ്റ്, EO മന്ത്, ഡേറ്റ്. ഈ ഫങ്ഷൻസ് മെഷറിന്റെ സിറ്റുവേഷനിൽ മെഷറായിട്ട് യൂസ് ചെയ്യാം. കോളം വരുന്ന സിറ്റുവേഷനിൽ കോളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 സ്ഥലത്തും ആൾക്കാർ നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇത് കൂടുതലും മെഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. ഒരു കോളത്തിൽ എല്ലാ സ്ഥലത്തും ആരെങ്കിലും ഒരു ടുഡേ ഡേറ്റ് ഇട്ട് പോകും ഇല്ല. അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, പക്ഷെ അത് വളരെ റെയർ ആയിരിക്കും. അതിൽ പിന്നെ ഒരേ ഡേറ്റ് തന്നെ എല്ലാ കോളത്തിലും ആരും കിട്ടു വെക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir. ഇനി ഈ ഫങ്ഷൻസ് ഒക്കെ ഏതൊക്കെ കേസിലാണ് വരുന്നത് എന്നെ കുറച്ചൊരു ഡെമോ കാണിച്ചു തരാം. സിറ്റുവേഷൻ ഡാറ്റ ഇല്ലാതുകൊണ്ട് ജസ്റ്റ് സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 2018 August 15 റവന്യൂ എത്രയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. ഈ സിറ്റുവേഷൻ നമുക്ക് ആര് യൂസ് ചെയ്യാം? ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി അടുത്ത ചോദിക്കുവാണ്, കറണ്ട് ഡേയിലെ അല്ലെങ്കിൽ കറണ്ട് ഡേറ്റിലെ റവന്യൂ എത്ര? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതുപോലെയാണ്. ആ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസത്തെ റവന്യൂ എന്ത് ചെയ്യാൻ പറ്റണം? ആ റിപ്പോർട്ടിന്റെ അകത്ത് കാണാൻ പറ്റും. ആ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസത്തെ റവന്യൂ വേണം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവിടെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? റവന്യൂ.
ഇപ്പൊ റവന്യൂ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. ഇതിന് വേണ്ട ഒരു എക്സ്പ്രഷൻ നമുക്ക് വേണ്ടത്, അപ്പൊ അത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഞാൻ പോകുന്നേ ഉള്ളൂ, ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ എന്ത് പറഞ്ഞു, കറണ്ട് ഡേറ്റ് എന്ന് കൂടെ ഒരു കൺസെപ്റ്റ് വന്നല്ലേ. കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോവാം, ടുഡേ അല്ലെങ്കിൽ നൗലോട്ട് പോവാം. അവിടെ ടൈമിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ എന്ത് തന്നെ യൂസ് ചെയ്യാം, ടുഡേ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നേരെ എങ്ങോട്ട് പോകും, ഇത് ടുഡേ എന്ന് പറഞ്ഞ ഫംഗ്ഷനോട്ട് പോയി കണ്ടുപോകും. കറണ്ട് എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ടുഡേ അല്ലെങ്കിൽ നോ, അവിടെ വേറെ ആർക്കും റോൾ ഇല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പ്രഷനെ ഈ ഒരു ടുഡേക്ക് വേണ്ടിയിട്ട് മാത്രം ഫിൽട്ടർ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടുഡേ എന്നുള്ള ഡേറ്റിനെ മാത്രം പുറത്തെടുക്കണം. അത് നമ്മൾ ആരെ കൂടെ യൂസ് ചെയ്യേണ്ടി വരും, ഒരു ഡേറ്റ് ടേബിൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് ദിവസം വരുന്ന ഡാറ്റേനെ മാത്രം ഫിൽട്ടർ ചെയ്യണം. അതിന് ആര് യൂസ് ചെയ്യേണ്ടി വരും, ഫിൽട്ടർ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഫിൽട്ടർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അവിടെ പുതിയ ഫംഗ്ഷൻ വന്നു, ഫിൽട്ടർ. അപ്പോൾ ഈ ഫിൽട്ടർ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ആരെ മോഡിഫൈ ചെയ്യണം, ഈ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടു, കറണ്ട് ഡേറ്റിലെ എക്സ്പ്രഷൻ ആയിട്ട് അത് മാറും. അപ്പോൾ ഇതിന്റെ ഇടയിൽ ആര് വേണ്ടി വരും, ആ മോഡിഫൈ ചെയ്യാൻ കാൽക്കുലേറ്റ്. കണ്ടോ, ടുഡേയിലോട്ട് വന്നു, ടുഡേ വെച്ചിട്ട് എടുക്കണമെങ്കിൽ ആര് വേണം, ഫിൽട്ടർ വേണം. ഫിൽട്ടർ വെച്ച് മോഡിഫൈ ചെയ്ത ഡാറ്റേനെ ആ ഫിൽറ്ററിന്റെ ആളെ മാത്രമാക്കി മാറ്റാൻ ആര് വേണം, കാൽക്കുലേറ്റ് വേണം. കണ്ടോ, ഇങ്ങനെയാണ് ആക്ച്വലി അതിനൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. നിങ്ങൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ് പ്രിന്റ് ചെയ്യണം. സോറി, കറണ്ട് മന്ത് ലാസ്റ്റ് ഡേറ്റ് എനിക്ക് പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കാർഡ് വെച്ചിട്ട് എനിക്ക് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരണം. കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെങ്കിൽ എന്തായിരിക്കും, ഈ മാസത്തെ അവസാനത്തെ ദിവസം. ഇനി അല്ല, അതിന് നമ്മുടെ ഡാറ്റയായിട്ട് ഒരു കണക്ഷനും ഇല്ല, ജസ്റ്റ് കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഈ പവർ ബി ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ മാസത്തെ അവസാനത്തെ ദിവസം. ഞാൻ അടുത്ത മാസത്തെ ഓപ്പൺ ചെയ്യുന്നത് എന്താവണം, അത് ഓട്ടോമാറ്റിക്കലി അടുത്ത മാസത്തെ അവസാനത്തെ ദിവസത്തെ എനിക്ക് കാണിച്ചു തരണം. അതാണ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും കറണ്ട്. കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത്. ഓൺലൈനിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ, ചെയ്ത് കഴിഞ്ഞ് ആൻസർ കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അറിയില്ലേ, ഇത് കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേ. ഇത് നമ്മുടെ ഡാറ്റ മോഡൽ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, മനസ്സിലായില്ലേ. ഞാൻ അതിലോട്ട് പോയി കാൽക്കുലേറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സിംഗിൾ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ കിട്ടും. കറണ്ട് മന്തിന്റെ അവസാനത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞിടക്കുന്ന ഹാൻഡ് റൈസ് ചെയ്യുക. നിങ്ങൾ ഡൗട്ട് പറയാൻ ചോദിച്ചോളൂ. ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പം തിരിച്ച് ജോയിൻ ചെയ്യാം, 2 മിനിറ്റ്.
ഇതിനകം 4 പേരെ ചെയ്തിട്ടുള്ളൂ. ഓപ്ഷനുകൾക്ക് ആൻസർ കിട്ടിയോ? ഓൺലൈൻ ബാക്കി ആരും ചെയ്തിട്ടില്ല. ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? ഇഒ മന്ത് ലാസ്റ്റ് ഡേറ്റിന് കിട്ടി. ലാസ്റ്റ് ഡേറ്റിലോട്ട് പോകാൻ പറ്റുന്ന ഫംഗ്ഷൻ ഏതേ ഉള്ളൂ? ഇഒ മന്ത്. ഇവിടെ നമുക്ക് എന്താ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത്? ഡേറ്റ്. ഒരു ഡേറ്റ് റിട്ടേൺ ചെയ്യാൻ ആരെ കൊണ്ടൊക്കെ പറ്റൂ? ഒന്നുകിൽ ഡേറ്റ് ഫംഗ്ഷൻ ടുഡേ, നൗ, UTC ടുഡേ, UTC നൗ, ഈ ഡേറ്റ്, ഇഒ മന്ത്. ഈ 7 ഫംഗ്ഷൻ കൊണ്ട് മാത്രമേ ഡേറ്റ് റിട്ടേൺ ചെയ്യിക്കാൻ പറ്റൂ. അതിൽ നിന്ന് ആരെ മാത്രം എടുക്കാം? ലാസ്റ്റ് ഡേറ്റ്. അതിൽ ലാസ്റ്റ് ഡേറ്റ് എടുക്കാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? ഇഒ മന്ത്. അപ്പൊ 7 നിന്ന് എത്ര എത്തി? 1 ഇഒ മന്ത്. അപ്പൊ ഇവിടെ എന്തായി? ഫസ്റ്റ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഫംഗ്ഷൻ കിട്ടി ഇഒ മന്ത്. അപ്പൊ എന്ത് കോൾ ചെയ്യാം? ഫംഗ്ഷനെ കോൾ ചെയ്യാം ഇഒ മന്ത്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് പാസിന്റെ ആർഗ്യുമെന്റ് എന്താ? സ്റ്റാർട്ട് ഡേറ്റ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താ? കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ കറണ്ട് മന്ത് ഏതാണെന്ന് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? കറണ്ട് ഡേ ഏതാണെന്ന് അറിയണം. കറണ്ട് ഡേ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മന്ത് ഇയർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ കറണ്ട് ഡേ കണ്ടുപിടിക്കണം. അതിന് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? ടുഡേ അല്ലെങ്കിൽ നൗ. രണ്ടും കറണ്ടിന്റെ സിറ്റുവേഷൻ തന്നെ. ടുഡേ. ഇപ്പൊ ഡേറ്റ് കിട്ടി ഫസ്റ്റ് ആർഗ്യുമെന്റ്. അടുത്ത എന്താ ചെയ്യേണ്ടത്? എത്ര മാസം കഴിഞ്ഞിട്ടുള്ളത് വേണം. അതോടെ എന്താണ്? അങ്ങനെ മാസം ഒന്നും പറഞ്ഞതാണ്, കറണ്ട് മന്ത് തന്നെ. 1 കൊടുത്താൽ എന്താവും? നെക്സ്റ്റ് മന്ത് ആവും. -1 കൊടുത്താൽ പ്രീവിയസ് മന്ത് ആവും. കറണ്ട് മന്ത് ആവുമ്പോൾ എന്തായി? -1 ആരെയുള്ളൂ? 0. അപ്പൊ 0 കൊടുത്തിട്ട് ട്രൈ ചെയ്താൽ എന്തായി? അത് കറണ്ട് മന്തിൽ കിട്ടും. കണ്ടോ? ഇങ്ങനെ ആലോചിച്ചാൽ മതി കാര്യങ്ങൾ. ഓൺലൈൻ ചെയ്തവർക്ക് ഈ മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. Yes, sir. ഓക്കെ. ബാക്കിയുള്ളവർ നിഖിൽ, ഷബാസ്, സൂര്യ ചെയ്തിട്ടുണ്ടോ? സാർ ഇപ്പൊ മനസ്സിലായി. ഓക്കെ. നിങ്ങൾ ഒരിക്കലും റിക്വയർമെന്റ് കിട്ടിയാൽ എന്ത് ചെയ്യരുത്? ഡയറക്റ്റ് പോയിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ നിൽക്കരുത്. ഏതൊക്കെ ഫംഗ്ഷൻസ് വേണം, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതിനുണ്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞു, പക്ഷെ അതിന് എനിക്ക് അവസാനം ആവശ്യമുള്ളതിന് മാത്രം എനിക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ നോക്കിയാലേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ. ഇനിയിപ്പം ഈ പറഞ്ഞതില് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ 5 ഫംഗ്ഷനും ഈ 2 ആൾക്കാരും എന്ത് റിട്ടേൺ ചെയ്യൂ? ഡേറ്റ് മാത്രമേ റിട്ടേൺ ചെയ്യൂ. അതായത് 5 2 7. ബാക്കി ഇയർ, മന്ത്, ക്വാർട്ടർ, ഡേ, വീക്കിനം, ഡേറ്റ്, ഡിഫ്. ഈ ആൾക്കാർക്ക് എന്താ റിട്ടേൺ തരുക? അതെപ്പോൾ റിട്ടേൺ ചെയ്യുന്നത്? ഒരു ഇന്റീജർ വാല്യൂസ് മാത്രമായിരിക്കും. ഇവിടെ എഴുതി വെക്കാം. ഞാനിവിടെ ആദ്യം കൊടുത്ത 7 ആൾക്കാരും ഡേറ്റ് വാല്യൂസ് ആയിരിക്കും എപ്പോൾ റിട്ടേൺ ചെയ്യുക. ഈ അവസാനം 7 ആൾക്കാർ എപ്പോൾ റിട്ടേൺ ചെയ്ത് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമായിരിക്കും. ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈമിൽ അതിനകത്തുള്ള ഫംഗ്ഷൻസിന് ഒന്നുകിൽ ഡേറ്റ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ, ഇത് ഏതെങ്കിലും ഒന്നിനെ മാത്രമേ അത് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. ഓൺലൈനിൽ ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. Clear ആണ്, sir. ഓക്കെ. അപ്പൊ ഇനി അടുത്തെനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ, പക്ഷെ ഡേ നെയിം കണ്ടുപിടിച്ചോ നിങ്ങൾ ഇതുവരെ? ഡേ നെയിം അല്ലെങ്കിൽ മന്തിന്റെ പേര് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഡേ ഏതാണെന്ന് കണ്ടുപിടിക്കാം, മന്തിന്റെ നമ്പറും കണ്ടുപിടിക്കാം, പക്ഷെ ഡേ നെയിം ഏതാണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ വേണമെങ്കിൽ ആര് തരും? വീക്ക് ഡേ തരും. പക്ഷെ സൺഡേ ആണോ മൺഡേ ആണോ എന്നുള്ളത് ആ ടെക്സ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഒരിക്കലും ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിന് എന്ത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല? ടെക്സ്റ്റ് ഒന്നും റിട്ടേൺ ചെയ്യാൻ, സ്ട്രിംഗ് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ തന്നെ പോകേണ്ടി വരും? ടെക്സ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഇത് അടുത്തൊരു ടൈപ്പ് കാറ്റഗറിയാണ്. നമ്മളിത് ഏതൊക്കെ? അഗ്രിഗേഷൻ, റിലേഷൻഷിപ്പ്, മാത്ത് ആൻഡ് ട്രിഗണോമെട്രി, ഫിൽട്ടർ, ഡേറ്റ് ആൻഡ് ടൈം. ഇപ്പൊ വരുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ 6ാമത്തെ കാറ്റഗറി. ഇപ്പോൾ ടെക്സ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെ യൂസ് ചെയ്യുക? ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ. ഇതിൽ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ ഒരു ഡേറ്റ് ഉണ്ട്, അതായത് എന്റെ കയ്യിൽ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ ഞാൻ പറയുന്ന ഫോർമാറ്റിലോട്ട് എനിക്ക് മാറ്റിയെടുക്കണം.
അത് ഇവിടുത്തെ വാല്യൂ ഏതാണ്? ഡേറ്റ്. ആ ഡേറ്റിനെ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഫോർമാറ്റ് മീൻസ് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡേയുടെ പേര് മാത്രം പുറത്തെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വാല്യൂവിനെ ഞാൻ പറയുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേര് ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. ആ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു വാല്യൂവിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫോർമാറ്റിലോട്ട് മാറ്റിയെടുക്കുക. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫോർമാറ്റ്. അപ്പൊ ഫോർമാറ്റിന്റെ അകത്ത് എന്തൊക്കെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും? ഡേറ്റ് എന്താണ്? ഒരു വാല്യൂ അല്ലേ? അപ്പൊ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്തായിരിക്കും? വാല്യൂ. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തായിരിക്കും? എന്താണ് ആ കൺവേർഷൻ? അതായത് ആ ഫോർമാറ്റ് ആയിരിക്കും സെക്കൻഡ് പാസ് ചെയ്തല്ലോ. ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഈ ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് വാല്യൂവും സെക്കൻഡ് ഫോർമാറ്റും. ഈ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് വാല്യൂ ആയിരിക്കും. ഫോർമാറ്റ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ടെക്സ്റ്റ് വാല്യൂ ആയിരിക്കും. കാണുമ്പോൾ അത് ന്യൂമറിക് പോലെ ഉണ്ടെങ്കിലും ഫോർമാറ്റ് ഫംഗ്ഷൻ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? ടെക്സ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫോർമാറ്റിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കാണിച്ചു തരാം. ഞാൻ നേരെ നമ്മുടെ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്ത് കാൽക്കുലേഷൻ ടേബിൾ സെലക്ട് ചെയ്തു. ന്യൂ മെഷർ. ഞാൻ മെഷറിന്റെ പേര് അവിടെ ടെക്സ്റ്റ് _1 എന്ന് പാസ് ചെയ്തു. ഈക്വൽ ടു ഫംഗ്ഷനെ കോൾ ചെയ്തു ഫോർമാറ്റ്. അവിടെ കാണാം കൺവേർട്ട് എ വാല്യൂ ടു ടെക്സ്റ്റ് ഇൻ ദ സ്പെസിഫൈഡ് നമ്പർ ഫോർമാറ്റ്. 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്: വാല്യൂവും ഫോർമാറ്റും ലോക്കൽ നെയിം. ലോക്കൽ നെയിം എന്താണ് പിന്നീട് പറഞ്ഞുതരാം. ആരൊക്കെ മസ്റ്റ് കണ്ടീഷൻ? വാല്യൂവും ഫോർമാറ്റ്. ലോക്കൽ നെയിം ഓപ്ഷനിലാണ്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കുന്നത് കറണ്ട് ഡേയുടെ പേര് കണ്ടുപിടിക്കണം, കറണ്ട് ഡേയുടെ നെയിം കണ്ടുപിടിക്കണം. അത് ഇന്നെന്താ വരുന്നത്? വെനസ്ഡേ. എനിക്ക് വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യണം. നാളെ ആകുമ്പോൾ എന്താവണം? തേഴ്സ്ഡേ ആവണം. മറ്റന്നാളാകുമ്പോൾ ഫ്രൈഡേ ആവണം, സാറ്റർഡേ ആവണം, സൺഡേ ആവണം. ഓരോ ദിവസവും കറക്റ്റ് അപ്ഡേഷൻ പോകണം. അപ്പോൾ കറണ്ട് ഡേ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഡേയുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് ഡേ ആയിരിക്കും ഇവിടുത്തെ ആര്? വാല്യൂ. അപ്പോൾ കറണ്ട് ഡേ കണ്ടുപിടിക്കാൻ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? ടുഡേ അല്ലെങ്കിൽ നോ, രണ്ടാളും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ടുഡേ യൂസ് ചെയ്യും. അപ്പൊ ടുഡേ ആണ് ഇവിടുത്തെ വാല്യൂ. ആ വാല്യൂവിനെ ഏത് ഫോർമാറ്റിലോട്ട് മാറ്റണം? ഡേയുടെ പേര് കിട്ടുന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. അതിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് 4D എന്ന് പറയുന്ന ഫോർമാറ്റ്. 4D. ഡേറ്റിൽ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. അതിൽ ഡേയുടെ പേര് മാത്രം കിട്ടുമെങ്കിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് 4D. അത് ഫോർമാറ്റ് എപ്പോഴും കൊടുക്കുമ്പോൾ ഡബിൾ കോഡ്സിന് മാത്രം പാസ് ചെയ്യാം. സ്ട്രിംഗ് ആക്കി മാറ്റാം. 4D 1 2 3 4. ഡേ നെയിം കിട്ടാൻ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കാർഡ് വിഷൽ സെലക്ട് ചെയ്തു. അതിലോട്ട് ഞാൻ ആ മെഷർ ആഡ് ചെയ്തു. കണ്ടോ? അവിടെ വെനസ്ഡേ എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? 4D മാറ്റിയിട്ട് 3D ആക്കി നോക്കാം. എന്തായിരിക്കും? നിങ്ങൾ വെനസ്ഡേ എത്ര രൂപത്തിൽ ഓരോ സ്ഥലത്തും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്? ഒന്നുകിൽ വെനസ്ഡേ എന്ന് മുഴുവനായിട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവാറ്? യെസ്, അതാണ് 3D എന്ന് പറഞ്ഞത്. ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് മാത്രം കണ്ടു. ഇതല്ലെങ്കിൽ 2D കൊടുക്കാം. 2D എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഡേയുടെ പേര് മീൻസ് ഡേയുടെ നമ്പർ തന്നെ കാണിച്ചത് 08. ഇത് സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ എന്ത് കയറി? 0 കയറി. ഇങ്ങനെ സിംഗിൾ ഡി ആണെങ്കിലോ ജസ്റ്റ് 8 എന്ന് കാണിച്ചു. ഇതാണ്, ഇത് ടെക്സ്റ്റ് ആണ്. ഈ 8 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി ടെക്സ്റ്റ് ആണ്. മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ ഫോർമാറ്റ് തന്നെ ടെക്സ്റ്റ് ആയി. സ്റ്റോർ ചെയ്യുന്നത് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും. ഫോർമാറ്റ് ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്താലും അത് ടെക്സ്റ്റ് ആയിരിക്കും. അല്ല, ഇപ്പം ഡബിൾ ഡിജിറ്റ് ആണെങ്കിലും ഒരു ഡിയും ഡബിൾ ഡിയും സെയിം ആയിരിക്കും. ഞാൻ ഇവിടെ അതിനെ കാണിച്ചിട്ടോ. ഞാൻ ഇപ്പം ഡേറ്റ് ഫംഗ്ഷൻ കൊടുത്തോ. ഡേറ്റ് ഓഫ് 21st August 2025 കൊടുത്തോ. ഇങ്ങനെ കൊടുക്കാം. സോറി, 2025. സോറി, അത് മാറി. ഓർഡർ മാറ്റി. സോറി, ഫസ്റ്റ് ഇയർ, മന്ത്, പിന്നെ ഡേ. ഇപ്പൊ ഇവിടെ ഇപ്പം 25 ആയിരിക്കും. അത് ഓൾറെഡി 2 ഡിജിറ്റ് ആണ്. അപ്പൊ സിംഗിൾ ഡി ആയാലും ഡബിൾ ഡി ആയാലും സെയിം ആയിരിക്കും. ഒരു വ്യത്യാസം ഉണ്ട്. സിംഗിൾ ഡിജിറ്റ് ആകുമ്പോൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്യും.
നിങ്ങൾ സിംഗിൾ ഡിജിറ്റ് നമ്പർ രണ്ട് രീതിയിൽ വായിക്കാമല്ലേ, 8 എന്ന് വായിക്കാം, 0 എന്ന് വായിക്കാം, വലിയ ഇഷ്യൂ ഒന്നുമില്ല. നമ്മള് പണ്ട് പരിചയപ്പെട്ട ഫോർമാറ്റേ ഇല്ല ഇവിടെ, അതുകൊണ്ട് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഔട്ട്പുട്ട് ടെക്സ്റ്റ് ആയിരിക്കും കേട്ടോ. 3D ആയാൽ ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ്, 4D ആയി കഴിഞ്ഞാൽ മുഴുവനും വരും. അപ്പൊ എനിക്കൊരു വാല്യൂവിനെ ഞാൻ പറയുന്ന സ്പെസിഫൈഡ് ഫോർമാറ്റിലോട്ട് തന്നെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ഫംഗ്ഷൻ അത് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോർമാറ്റ് ഫംഗ്ഷൻ മാത്രം. സർ ലാസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് ബ്രേക്ക് ആയിരുന്നു. എന്താണ്, അതായത് ഒരു വാല്യൂവിനെ എനിക്ക് വേണ്ട ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റിലോട്ട് മാറ്റണമെങ്കിൽ അവിടെ ഈ ഒറ്റൊരു ഫംഗ്ഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. അതിനാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ആ. അതിന്റെ പ്രാക്ടിക്കൽ സിനാരിയോസ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ വരും, സമയത്തിന് എക്സ്പ്ലെയിൻ ചെയ്തരാം എങ്ങനെയാണ്. ഡേറ്റിനെ മാത്രമല്ല കേട്ടോ, എന്തിനു വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ന്യൂ മെഷറിന്റെ പേര് ടെക്സ്റ്റ് _2 എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു ഫോർമാറ്റ്. ഇവിടെ വാല്യൂ കൊടുക്കാൻ പോകുന്നത്, വാല്യൂ എന്തൊക്കെയാകാം, ടെക്സ്റ്റ് ആകാം, ഡേറ്റ് ആകാം, പിന്നെ എന്ത് ചെയ്യാം, ന്യൂമറിക് 123.4567 എന്ന് പാസ് ചെയ്യും. എന്താണ്, ഒരു ഡെസിമൽ നമ്പറിൽ, പക്ഷെ എനിക്ക് ഈ ഡെസിമൽ നമ്പറിനെ ഒരു വോൾ നമ്പർ ആക്കിയിട്ട് മാറ്റണം. അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മാറ്റാം, മാറ്റിയിട്ട് 0.12345 കൊടുക്കാം. എന്താണ്, ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലേ. എനിക്ക് എന്ത് ചെയ്യണം, ഒരു പെർസെന്റ് വാല്യൂ ആക്കി മാറ്റണം. പേഴ്സെന്റ്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഡബിൾ കോഡ്സ് ജസ്റ്റ് പേഴ്സെന്റ് എന്ന് പറഞ്ഞാൽ മതി. എന്ത് ചെയ്യും, അതിനെ ആ പേഴ്സെന്റിലോട്ട് മെഷീൻ കൺവേർട്ട് ചെയ്യും. പക്ഷെ ഔട്ട്പുട്ട് കാണാൻ ന്യൂമറിക് പോലെ ഉണ്ടെങ്കിലും അതെന്തായിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ല കണ്ടോ. അത് മെഷീൻ തന്നെ പേഴ്സണിലോട്ട് മാറ്റിയാണോ. ഇതാണ് എന്റെ വാല്യൂ ഇവിടുത്തെ. അതിനെ ഈ ഒരു ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തു, അത് മാറ്റി. ഇനി ഇതിനെ വീണ്ടും നമുക്ക് വേറെ ഫോർമാറ്റ് യൂസ് ചെയ്യാം, ഇതുപോലെ ടെക്സ്റ്റ് രൂപത്തിലല്ലാതെ. എനിക്കിപ്പോ ഇവിടെ മാറ്റുമ്പോൾ എന്ത് വേണം, ഡിജിറ്റിനെ കൺട്രോൾ ചെയ്യണം. ഇപ്പം ജസ്റ്റ് 0% കൊടുത്തു, ജസ്റ്റ് 12% മാത്രമാവും. ഇനി എനിക്ക് 2 ഡിജിറ്റ് വേണം, എന്ത് കൊടുക്കുക, 0.00. അത് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ടാവും. ഇനി 3 ഡിജിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 0 കൂടെ ആഡ് ചെയ്തു. ഡിജിറ്റേ വേണമെങ്കിൽ ജസ്റ്റ് 0% കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. എല്ലാം നമുക്ക് ചിലപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഫോർമാറ്റ് അവൈലബിൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തുതരാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഫോർമാറ്റ് ഡാക്സ് ഇൻ പവർ പി. മൈക്രോസോഫ്റ്റിന്റെ പേജ് തന്നെ വരും. നിങ്ങൾ ആ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ് ചെയ്യുന്ന കുറെ ഫോർമാറ്റ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. താഴത്തോട്ട് വരുമ്പോൾ കണ്ടാവും കുറച്ച് എക്സാമ്പിൾ അവിടെ കാണാൻ പറ്റും. ജനറൽ നമ്പർ, കറൻസി, ഫിക്സഡ്, സ്റ്റാൻഡേർഡ്, പേഴ്സൺ, സയന്റിഫിക്. അതിന്റെ റിട്ടേൺ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നൊക്കെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ടോ. പിന്നെ ഡേറ്റ് ടൈം ആണെങ്കിൽ വിത്ത് ഓപ്ഷണൽ ലോക്കൽ നെയിം ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രീ ഡിഫൈൻഡ് ന്യൂമറിക്കൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ഫോർമാറ്റ് അവിടെ കാണാൻ പറ്റും. പിന്നെ ഡേറ്റിന്റെ കുറെ അവിടെ വരും. ഇപ്പൊ താഴത്തോട്ട് വരുമ്പോൾ ഡേറ്റിന്റെ കുറെ ഫോർമാറ്റ് ഉണ്ട് കണ്ടോ. സിംഗിൾ ഡി, ഡബിൾ ഡി, 3D, 4D, 5D, സിംഗിൾ എം, ഡബിൾ വീക്കിൻ്റെ, അങ്ങനെ ഒരുപാട് ഫോർമാറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് റെഫർ ചെയ്തിട്ട് ഓരോന്നെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഫോർമാറ്റ് വളരെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. ഈ പഠിച്ച സിറ്റുവേഷൻ മാത്രം ഒരുപാട് രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും ഫോർമാറ്റിന്റെ കൺസെപ്റ്റ്.
ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും ഫോർമാറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്? Yes, sir. ഓക്കെ. ഇനി അടുത്തത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് ടെക്സ്റ്റിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പോവാണ്. പിന്നെ ഈ ഫോർമാറ്റ് ഫംഗ്ഷൻ നമുക്ക് ഇനി പറയുന്ന എല്ലാ ഫംഗ്ഷനും മെഷറിന്റെ സിറ്റുവേഷനിൽ മെഷറായിട്ട് യൂസ് ചെയ്യാം, കോളം വരുന്ന സിറ്റുവേഷനിൽ അവിടെ യൂസ് ചെയ്യാം കേട്ടോ. കോളം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷേ എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഡേറ്റ് ടേബിൾ ഉണ്ട്, പക്ഷെ ഇവിടെ എന്താണ് ഡേയുടെ പേരോ മന്തിന്റെ പേരോ ഇല്ല. എനിക്ക് എന്ത് വേണം? മന്തിന്റെ പേര് ഇവിടെ കണ്ടുപിടിക്കും. ഈ ഡേറ്റിൽ നിന്ന് ഏതാണ് മന്ത് എന്ന് എടുത്തിട്ട് അതിന്റെ മന്തിന്റെ പേര് ഇവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാം? കോളമാണ് ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ന്യൂ കോളം. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മന്തിന്റെ പേര് കണ്ടുപിടിക്കണം. അപ്പൊ എൻ്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്, അതാണ് എന്റെ വാല്യൂ. അതിന് മന്തിന്റെ പേര് കണ്ടുപിടിക്കുന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. അതിന് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? ഫോർമാറ്റിന്റെ കോൾ ചെയ്യുന്നു. ഫസ്റ്റ് കൊടുക്കേണ്ട വാല്യൂ, ഇവിടെ വാല്യൂ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു കോളത്തിന്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഏതാണ് ആ കോളം? ഡേറ്റ് കോളം. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യും? ഓരോ റോസിൽ നിന്നും മെഷീൻ ആ ഡേറ്റ് എന്ന് പറഞ്ഞ വാല്യൂവിനെ എടുക്കും, എന്നിട്ട് അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മന്തിന്റെ പേര് കിട്ടുന്ന ഫോർമാറ്റ്. അവിടെ ഡേയുടെ പേരാണ് 4D ആണെങ്കിൽ മന്തിന്റെ പേരാണ് എന്തായിരിക്കും? 4M. എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യും. കണ്ടോ? മന്തിന്റെ പേര് അവിടെ എടുത്തത്. അപ്പോൾ സിറ്റുവേഷനെ ബേസ് ചെയ്ത് മെഷർ ക്രിയേറ്റ് ചെയ്യാനും കോളം ക്രിയേറ്റ് ചെയ്യാനും ഈ ഫംഗ്ഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ കറണ്ട് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിച്ചു അല്ലേ? പക്ഷെ എനിക്ക് അടുത്ത കൊണ്ട് സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് ഞാൻ മാറ്റുവാണ്. കറണ്ട് മന്ത് ലാസ്റ്റ് ഡേയുടെ പേര് കണ്ടുപിടിക്കണം. അത് കറണ്ട് മന്ത് അവസാനിക്കുന്നത് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ വെനസ്ഡേ ആണോ, അവസാനിക്കുന്ന ആ ഡേയുടെ പേര് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പം ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഫ്രൈഡേ. എനിക്ക് ഫ്രൈഡേ എന്ന് പ്രിന്റ് ചെയ്ത് വരണം. അതിന് അടുത്ത മാസം ആകുമ്പോൾ അടുത്ത മാസം എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് ആ ഡേയുടെ പേര് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു തരണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. കറണ്ട് മന്ത് എൻഡ് ചെയ്യുന്ന ഡേയുടെ പേര്, കറണ്ട് മന്ത് ലാസ്റ്റ് ഡേ നെയിം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓൺലൈൻ ചെയ്ത് ആൻസർ കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ചെയ്ത് ആൻസർ കിട്ടിയവർ മാത്രം. ഹലോ സർ. പറഞ്ഞോളൂ. സർ എന്റെ പവർ ബി സ്റ്റക്കായി സർ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ സ്റ്റക്ക് ആയോ? ഇതില് അല്ല ഇപ്പൊ റെഡി ആയി. അത് അതെ. കുറെ നേരം കറങ്ങിയിരുന്നു, കോളം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോ. ആ കോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. സിസ്റ്റത്തിന്റെ റാം ഒക്കെ കുറവാണെങ്കിൽ ടൈം എടുക്കും. ഓക്കെ സർ. കോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഇതെപ്പോഴും യൂസ് ചെയ്യുന്നത്. വെർച്വൽ കോളംസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആൻസർ കിട്ടിയോ?
ഓൺലൈൻ 2 പേര് ചെയ്തു. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ഔട്ട്പുട്ടിലോട്ട് പോകരുത്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോർഷൻ എന്താണ്, ലാസ്റ്റ് ഡേ നെയിം കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് കിട്ടണം, ലാസ്റ്റ് ഡേറ്റ് കിട്ടണം. ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കുന്നത് നേരത്തെ പഠിച്ചതാണല്ലേ. അപ്പൊ അത് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ന്യൂ മെഷർ, ഞാൻ മെഷറിന്റെ പേര് ലാസ്റ്റ് ഡേ നെയിം തന്നെ കൊടുക്കും. പക്ഷെ ലാസ്റ്റ് ഡേ നെയിം കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് കിട്ടണം, ലാസ്റ്റ് ഡേ കിട്ടണം. അതിന് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യും, ഇഒമായി. സ്റ്റാർട്ട് ഡേറ്റ് തരും കറണ്ട് ആയതുകൊണ്ട് ടുഡേ അല്ലെങ്കിൽ നൗ ഏത് യൂസ് ചെയ്യാം, കോമ. എത്ര ഇന്റർവെൽ, 0. ഇതിവിടെ നിങ്ങൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുൾ ഔട്ട്പുട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തായി, കറക്റ്റ് ഡേറ്റ് കിട്ടി. ഈ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെ ഞാൻ പറയുന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. ഡേ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫോർമാറ്റ് ആണ്. ഇതാണ് എന്റെ വാല്യൂ. അത് ഈ ഫംഗ്ഷൻ എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂനെ എങ്ങോട്ട് മാറ്റണം, മന്ത് നെയിം ഡേ നെയിമിന്റെ ഫോർമാറ്റിലോട്ട് മാറ്റണം. പിന്നെ മുമ്പിൽ ഫസ്റ്റ് എന്ത് കോൾ ചെയ്യാം, ഫോർമാറ്റ്. നെക്സ്റ്റ് ലൈനിലോട്ട് ഇത് മുഴുവൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് മാറ്റേണ്ടത്. മൊത്തം സെലക്ട് ചെയ്യുക, ഒരു ടാബ് ഒന്ന് പാസ് ചെയ്യണം. ഫോർമാറ്റ് ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ആയി. മൊത്തം വേണ്ട, ഇത്രയും പോർഷൻ. ഇത് യോമതിന്റെ അകത്തുള്ള ആർഗ്യുമെന്റ്സ് ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഫോർമാറ്റ് പാസ് ചെയ്യും. എന്താണ് ഫോർമാറ്റ്, ഒരു 4D 4D. പക്ഷെ ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്യും. ടാബൊക്കെ യൂസ് ചെയ്യാൻ അറിയില്ലേ, ഇതിനൊക്കെ എനിക്ക് ഒന്ന് പുറകിലോട്ട് കൊണ്ടുവരണം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ടാബ് യൂസ് ചെയ്ത് പുറകിലോട്ട് വരും. മുമ്പിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ടാബ് കൊടുത്താൽ മതി. പുറകിലോട്ട് വരുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, മുമ്പോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ടാബ് യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഓൺലൈൻ ചെയ്തവർക്ക് ഈ മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സർ ഇതുവരെ ഡാക്സ് പഠിച്ചിട്ട് എന്ത് തോന്നുന്നു, നിങ്ങൾ വിചാരിച്ച പവർ ബി ഇത് തന്നെയായിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ പവർ ബി പഠിക്കാന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ, വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാം, കളർ ചേഞ്ച്, അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലയോ? ഓക്കെ. അതും ഈ പവർ ബി തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതുവരെ പഠിച്ചിട്ട് എന്ത് തോന്നുന്നു, പവർ ബി ചെറിയൊരു ടൂളാണോ? ഒരുപാടുണ്ടോ? ഫങ്ഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് വേറൊരാൾക്കാവും, ലോജിക്. ആ വരുന്ന വഴി കിട്ടണം. വരുന്ന വഴി കിട്ടിയാലേ ഫങ്ഷൻസ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ലോജിക്കിനാണ് ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ്. ഇവിടെ ലോജിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫാക്ടറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലയന്റ് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനും നമുക്കറിയാവുന്ന കാര്യം ക്ലയന്റിന് പറഞ്ഞു കൊടുക്കാനും എന്ത് വേണം, ലോജിക്ക് വേണം. ഇപ്പം ഞാൻ പവർ ബി ഡെവലപ്പറാണ്, ഞാൻ എന്താ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു റിപ്പോർട്ട് ആയിരിക്കും. അപ്പൊ ആ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ക്ലയന്റ് സൈഡിൽ നിന്നായിരിക്കും ഡാറ്റ വരുന്നുണ്ടാവും കൂടുതലും. അപ്പോൾ ആ ഡാറ്റയെ കുറിച്ച് ക്ലയന്റിനോട് ചോദിച്ച് മനസ്സിലാക്കാനും അവരുടെ റിക്വയർമെന്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും നമ്മുടെ ഇഷ്യൂസ് അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ നോളജ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് എന്തുകൊണ്ടാവും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടെ വേണം കേട്ടോ. അങ്ങനെ ചെയ്താലേ മുമ്പോട്ട് പോകും. ഒരു പ്രൊജക്ട് സക്സസ് ആവണമെങ്കിൽ അതിന്റെ ഒരു 60% എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ക്ലയന്റ് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് ക്ലയന്റും മനസ്സിലാവുന്നില്ല. റിപ്പോർട്ട് എന്തായിരിക്കും, എന്തോ റിപ്പോർട്ടായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ക്ലയന്റ് തിരിച്ചു നമ്മളെടുത്തോട്ട് വരികയും ചെയ്യുമോ, ഇല്ല. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷന്റെ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജ് തന്നെ ഷെയർ ചെയ്യണം. പക്ഷെ ക്ലയന്റ് ഒരു നോൺ ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിൽ അവർക്കത് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും പറ്റണം. ആ രൂപത്തിലോട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. അതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കിട്ടില്ല. ബൈ പ്രാക്ടീസ് മാത്രമേ അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുക, പാരലലി വർക്ക് ചെയ്ത് പോവുക. പിന്നെ അടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസും ചെയ്യാം. ഇതുവരെ എന്തൊക്കെ ടോപ്പിക്സ് കഴിഞ്ഞു ലുമിനാറിൽ ക്ലാസ് തുടങ്ങിയിട്ട്? പൈത്തൺ കംപ്ലീറ്റ് ആയോ? പിന്നെയോ SQL കംപ്ലീറ്റ് ആയി. പിന്നെയോ ബാക്കിയെല്ലാം ഇപ്പൊ റണ്ണിങ് ആയിരിക്കും അല്ലേ? പൈത്തന്റെ പോർഷനിൽ തന്നെ വരുന്നത് നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോളിബ്, സീബോണ്, അതൊക്കെ. പിന്നെ ഇപ്പൊ അടുത്ത് എന്തായിരിക്കും? ML ഓൺ ഗോയിങ് ആയിരിക്കും. കഴിഞ്ഞോ? ML കഴിഞ്ഞോ? സൂപ്പർവൈസർ അൺസൂപ്പർവൈസർ എല്ലാം കഴിഞ്ഞോ? അപ്പൊ ML കഴിഞ്ഞു. അപ്പൊ പവർ BI ഓൺ ഗോയിങ്. ഇനി എന്ത് സ്റ്റാർട്ട് ചെയ്യും? NLP എടുത്തില്ലല്ലോ, ഇന്ന് തുടങ്ങും. NLP ഉണ്ട്, ഡീപ് ലേണിംഗ് ഉണ്ട്. എന്തായി അതിന്റെ കൂടെ പവർ BI. അത്രയായി, 5-6 ഒരുപാട് ടോപ്പിക് ആയില്ലേ? SQL ഉള്ളത് ഓർമ്മയുണ്ടോ? വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്ത് എത്ര ദിവസമായി? അതിന്റെ പാസ്വേഡ് ഓർമ്മയുണ്ടോ? അത് മറന്നു പോരുത് കേട്ടോ, അതിവിടെ ആവശ്യമുണ്ട്. അവസാനം ഇത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പാസ്വേഡ് ഒന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. പൈത്തൺ പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവും. പക്ഷെ സ്റ്റാർട്ടിങ് ചെയ്ത പാറ്റേണിന്റെ ലോജിക് ഒന്നും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ അതിന് ശേഷം യൂസ് ചെയ്ത മൊത്തം ഫംഗ്ഷൻസ് വെച്ചുള്ള കളികളായിരിക്കും. പാണ്ടാസും നംപൈയും മാറ്റ്പ്ലോളിബും സീബോളിനെയും ഫംഗ്ഷൻസ് വെച്ചുള്ള കളികളായിരിക്കും ഇത്രയും കാലം ചെയ്തിട്ടുണ്ടാവുക. മെഷീൻ ലേണിംഗിന് അൽഗോരിതംസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? പഠിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ പാർട്ട് ഏതായിരിക്കും? മെഷീൻ ലേണിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് തോന്നേണ്ട റീസൺ? കേനാണെങ്കിൽ എന്തായിരിക്കും? എന്താണ്? ഫ്രം കെ നൈബർ ക്ലാസിഫയർ ഇമ്പോർട്ട് അല്ലേ? വലിയ വ്യത്യാസമില്ലല്ലോ. അത് SVM ആയാലും വലിയ വ്യത്യാസമില്ല. അത് എവിടെ പോയാലും എന്താണ് അതിൽ ആ 4 ലൈൻ ഓഫ് കോഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പൊ സ്റ്റാൻഡേർഡ് ക്ലാസ് എന്താണ് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ എന്തായാലും ആ സ്റ്റെപ്സ് സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ പുറകിലൊക്കെ എന്താ വർക്ക് ചെയ്യുന്ന ഐഡിയ ഉണ്ടോ? അതിനാണ് ഇമ്പോർട്ടൻസ്. അതും പിന്നെ ആദ്യം എഴുതിയ പൈത്തന്റെ കോഡും ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് പൈത്തൺ എഴുതിയിട്ടുണ്ടാവില്ലേ സ്റ്റാർട്ടിങ്ങില്? എപ്പോഴും എഴുതാൻ പറ്റുമോ? ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനെ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ അറിയോ? അതൊക്കെ ഒന്ന് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടോ. ഗീക്സ് ഫോർ ഗീക്സും അല്ലെങ്കിൽ ലീഡ് കോഡൊക്കെ വെച്ചിട്ട്, ലീഡ് കോഡൊക്കെ അറിയില്ലേ? അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഹാക്കർ റാങ്ക്, അതൊക്കെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും കിട്ടുന്ന സമയത്ത്. ലീഡ് കോഡ് എന്നാണ് കൂടുതൽ കമ്പനീസും മെഷീൻ ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അത് ചെയ്ത് പ്രാക്ടീസ് ഒരാൾക്ക് പിന്നെ പ്രാക്ടീസ് പോലും ചെയ്യേണ്ട മെഷീൻ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് പോവാം. നിങ്ങൾ ഹാക്കർ റാങ്കിൽ SQL അതിലൊക്കെ ഒരു 5 സ്റ്റാർ വാങ്ങിയ ഒരാളാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ പോലും എടുക്കില്ല. അത് ഡയറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യും. പക്ഷെ അതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അവിടെ ചെയ്തെടുക്കാൻ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. വിട്ടുകളരുത്. പൈത്തണൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കൺസെപ്റ്റ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, പക്ഷെ കോഡ് ഇതാ സമയം എടുക്കും. മെഷീൻ ടെസ്റ്റിന് സമയം എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ സമയം ഉണ്ടാവോ, നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് എന്താവും, 5 മിനിറ്റ് കഴിയും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്റർവ്യൂവിൽ നമുക്ക് അവിടെ ഓരോ ഷോർട്ട് കട്ടും ഇല്ല. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർവ്യൂവിൽ. ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഒരുപാട് സമയം വെയിറ്റ് ഒന്നും ചെയ്യില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുമോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഉടനെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അവർ അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ പുറകിൽ എടുത്തിടും. അതും നമ്മൾ പറയുന്നില്ല, എന്ത് ചെയ്യും, അവർ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ മുകളിൽ എടുത്തിടും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു, പതിയെ പതിയെ ചെയ്തു തുടങ്ങി. ഇനി ചെയ്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫാസ്റ്റർ ആക്കാൻ കൂടെ ട്രൈ ചെയ്യുക. ഫാസ്റ്റർ ആക്കിയേ പറ്റൂ. ട്രൈ ചെയ്യുന്നല്ല, ആക്കിയേ പറ്റൂ. അങ്ങനെ തന്നെ ഞാൻ പറയാം. അപ്പൊ അതിനൂടെ ട്രൈ ചെയ്ത് തുടങ്ങും കേട്ടോ. പവർ ബി നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു, സ്ലോ ഫേസിലോട്ട് പോയി. ഇനി എന്ത് ചെയ്യണം, ഇനി മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള രീതിയിലോട്ട് നിങ്ങൾ മാറണം. മാറിയേ പറ്റൂ. അല്ലാണ്ട് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ സ്ലോ ഫേസിൽ പോയിട്ട് വല്ല കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സ്ലോ ഫേസിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നിങ്ങൾ സ്ലോ ഫേസ് തന്നെ ആയിരിക്കും. ഞാനൊന്ന് ഫാസ്റ്റ് ആക്കിയാൽ അല്ലെങ്കിൽ ട്രെയിനർ മാറി പുതിയ ആളൊന്ന് നിങ്ങൾ എന്ത് പറയും, അയ്യോ ആള് ഭയങ്കര സ്പീഡ്, നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് പേര് പറയുന്ന ഇഷ്യൂസ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് മാറി അടുത്തോട്ട് വരുമ്പോൾ പറയും, അയ്യോ അവര് ഭയങ്കര സ്പീഡാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് ട്രെയിനറുടെ ഇഷ്യൂ അല്ല. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രൈ ചെയ്ത് നോക്കാതെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാ കാര്യങ്ങളും. ഇനി ഇവിടെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാം ഇല്ലേ, മോക്ക് ഇന്റർവ്യൂ,
അതിൽ ഞാൻ പറയാം പൈത്തന്റെ ടെസ്റ്റിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മിനിറ്റേ ഉണ്ടാവും. പാറ്റേൺ പ്രിന്റിങ് അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ 6 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് ഉണ്ടാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ 6 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ടൈം ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 30 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എത്ര ഉണ്ടാവും? 1 മിനിറ്റ്. അത് ഇവിടെ എന്താ പറയാ, ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും. ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. 60 ക്വസ്റ്റ്യൻ ആണ് ഒരു മണിക്കൂർ. വാച്ച് കെട്ടാൻ സമ്മതിക്കില്ല. ആയിരിക്കുന്ന ഹോളില് ക്ലോക്കും ഉണ്ടാവില്ല, ഒന്നുമില്ല, പേപ്പറിലാ ചെയ്യുന്നത്. നമുക്ക് ടൈം എന്നൊരു സാധനം അവിടെ കാണാൻ പറ്റില്ല. നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ഈ സമയം എത്രയും സമയം എത്രയും എന്നുള്ളത്. അങ്ങനെ അവിടെ എക്സാം നടത്തുന്നത്. അത് ക്രാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല സാലറി പാക്കേജ് അവർ ഓഫർ ചെയ്യുന്നത്, നല്ല കമ്പനിയാണ്. എന്താ അവർക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അതിനുള്ളിൽ അവർ ആര് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു എസ് ഒക്കെ കിട്ടി ഇരുന്ന് വായിച്ച് സമയം മൊത്തം കഴിയും. അപ്പോഴത്തേക്ക് 1 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പൊ ടൈമറിന്റെ കാര്യം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഇനി ഇവിടെ തന്നെ സോബില് ടെക്നിക്കൽ ടെസ്റ്റ് 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 60 മിനിറ്റ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്. അതിൽ കൂടുതൽ ചിന്തിക്കാന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആൾക്കാരെ എഫക്ട് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എഫക്ട് ചെയ്യും. അല്ല, മെഷീൻ ടെസ്റ്റിന് 2 മണിക്കൂറേ സമയം ഉണ്ടാവും. 2 മണിക്കൂർ. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ആ 2 മണിക്കൂർ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരാൾ ചോദിക്കാൻ വരുമ്പോൾ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതാണ് റിയാലിറ്റി. ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തു പോയിക്കോ. പേടിപ്പിക്കാനാണ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാം. ഞാൻ ആക്ച്വലി ഇതൊന്നും ഇല്ലാത്തൊരു വന്ന സ്ഥലത്ത് വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്ത് ചെയ്യുക, സ്പീഡിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആവും 2-3 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡ് ആവും. ട്രൈ ചെയ്യണം, അത്ര ഞാൻ പറയുന്നു. ട്രൈ ചെയ്യും നല്ല രീതിയിൽ. നിങ്ങൾ ഇതുവരെ എല്ലാം ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇതിനേക്കാളി ഒന്നുകൂടെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറാനാണ് എനിക്ക് വേണ്ടത്. എന്ത് പറയാൻ പറ്റണം? ഒരു പണ്ടത്തിനേക്കാൾ എത്രയോ മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റണം. എൻ്റെ കയ്യിൽ ഫസ്റ്റ് വരുമ്പോഴുണ്ടായ ആൾക്കാരല്ല, ഇപ്പൊ അവരുടെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് വന്ന പോലെ തന്നെ അല്ല കേട്ടോ, അതിൽ വലിയ ചേഞ്ച് ഒന്നും ഒരുപാട് പേർക്കില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ആണ്, പക്ഷെ എബോവ് ദ ബെസ്റ്റ് ആയിട്ടില്ല. അപ്പം കമ്പനീസ് നോക്കുന്നത് അതിനെയാണ്, ബെസ്റ്റിനെ അല്ല. ബെസ്റ്റിൽ നിന്ന് ബെസ്റ്റിനെ അവർ ചെക്ക് ചെയ്യുന്നത്. അവർ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ? 10 ബെസ്റ്റ് സ്റ്റുഡൻസിനെ താന്നാ പറയുന്നത്. 10 ബെസ്റ്റ് സ്റ്റുഡൻസിന്. അത് ഡയറക്റ്റ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടല്ല, ഇന്റർവ്യൂ എടുക്കാൻ. അവരെന്താ ചെയ്യുന്നത്? ആ 10 ബെസ്റ്റിൽ നിന്ന് വീണ്ടും ബെസ്റ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അതിനെ അവർ എടുക്കുന്നില്ല. അതിന് താഴത്തോട്ട് അവർ ഫോക്കസ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ അതിൽ നിന്ന് 5 ആൾക്കാരെ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വീണ്ടും 3 ആൾക്കാരെയാകും. എന്നിട്ട് അത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും, കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി ഫസ്റ്റ് 5 ആൾക്കാരെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ 5 കിട്ടുന്നില്ല എന്ത് ചെയ്യും? അടുത്ത 5 അവർ എടുക്കും. മേ ബി അന്ന് അവർ പോയത് എന്തെങ്കിലും ചെറിയ റീസൺ കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ട സ്കില്ലുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇപ്പുറത്തോട്ട് ആളെ കിട്ടുമോ എന്ന് ട്രൈ ചെയ്യും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഇവിടുന്ന് സ്റ്റുഡന്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ആള് സെക്കൻഡ് റൗണ്ടിലോട്ട് പോയിട്ടില്ല. പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ എടുത്ത ആൾക്കാരൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് തേർഡ് റൗണ്ട് മാറ്റാൻ പറ്റാതെ എന്ത് ചെയ്തു? ഫസ്റ്റ് റൗണ്ടിൽ അത് ആദ്യത്തെ റൗണ്ട് ക്ലിയർ ചെയ്ത് ഇപ്പുറത്ത് എത്തിയതിന് എന്ത് ചെയ്തു? അവരൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ ഒരാളെ കിട്ടി, ആളാണ് ലാസ്റ്റ് പ്ലേസ്മെന്റിലോട്ട് പോയത്, ജോലി കിട്ടിപ്പോയി. കമ്പനീസ് ഇതേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവർക്ക് നോർമൽ ആവറേജ് ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. അവരെപ്പോഴും ബെസ്റ്റ് ബെസ്റ്റ് എന്നല്ലാതെ അതിന് താഴത്തോട്ട് നല്ലൊരു ഇതില്ല. അത് എല്ലാത്തിലും ബെസ്റ്റ് ആണ്. ടെക്നിക്കൽ ബെസ്റ്റ് ആണെന്ന് പറയും, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ വൈസ്. നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് ആക്കാൻ പറ്റും. നിങ്ങൾ അത്രയും കേപ്പബിൾ ആണ് എല്ലാവരും. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോ നിങ്ങളോട് പറയുന്നത്, ഇത്രയും കാലം എക്സാം എഴുതിയിട്ട് ഇതുവരെ ഫെയിൽ ഒന്നും ആയിട്ടില്ലല്ലോ, പാസ്സായിട്ടില്ലേ? 6 മാസത്തെ സെമസ്റ്ററിന്റെ ഇതൊക്കെ എന്താണ്, ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചിട്ട് 100ഉം 90ഒക്കെ മാർക്ക് വാങ്ങുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഒന്നിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ. എല്ലാ സമയം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ച് ഫങ്ഷൻസിന്റെ പേര് പറഞ്ഞുതരാം, ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ.
നാളെ വരുമ്പോഴേക്കും പഠിച്ചിട്ട് പോകാം കേട്ടോ. സിമ്പിൾ ഫങ്ഷൻസ് പറഞ്ഞോളൂ. സർ പറഞ്ഞോളൂ. എന്റെ ഈ ഇത് വർക്ക് ചെയ്യണില്ല. Means ഈ എടുത്ത ഫോർമാറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഞാൻ സ്ക്രീൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല, ബ്ലാങ്ക് എന്നാ കാണിക്കണേ. മറ്റേ ലാസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ. സ്ക്രീൻ ഷെയർ ചെയ്ത് എനിക്ക് ബേസിൽ എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ട് കാണുന്നു കേട്ടോ. ഒരാഗ്രഹം എല്ലാവരും, ഓഫ്ലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരും. ഏതാ ആഗ്രഹമാണെങ്കിൽ നേടിയെടുക്കണം. ഈ ഓ മത്ത് മെഷർ ടുഡേ ജസ്റ്റ് ആ ഫോർമാറ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഫോർമാറ്റ് ഫംഗ്ഷൻ ഒഴിവാക്കി. യെസ്. ആ ആ ബ്രേസോ ഓഫ് ആ 4D ആ ക്ലോസിംഗ് ഒക്കെ ഒന്ന് ഓഫാക്കി. ജസ്റ്റ് ഇഒ മന്ത് മാത്രം അവിടെ വെച്ച് ജസ്റ്റ് അതൊന്ന് ഫസ്റ്റ് ലൈനിലോട്ട് മാറ്റി. ഒക്കെ ലോഡ് ചെയ്ത് വരുന്നേ. ആ മെഷർ 2 ആയിട്ട് ഒരു സ്പേസ് ഇട്ട് മെഷർ 2 ഇട്ട് സ്പേസ് ഇട്ട് ഒരു ഈക്വൽ കൊടുത്ത് മൊത്തം കൺസിഡർ ആയിട്ട് ഒരു ഫീലിംഗ് കിട്ടും. എന്നിട്ടും ഒരു മാറ്റില്ല സർ. ഇനി ടുഡേ ഫംഗ്ഷൻ മാത്രം കോൾ ചെയ്ത് ടുഡേ ഫംഗ്ഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പുതിയൊരു മെഷർ സെലക്ട് ചെയ്ത് ഡമ്മി ടേബിൾ സെലക്ട് ചെയ്ത് പുതിയൊരു മെഷർ സെലക്ട് ചെയ്ത് ന്യൂ മെഷർ സെലക്ട് ചെയ്ത് ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ അതെ പുതിയ ചെയ്തു. ചെറിയൊരു ഹാങ് ഉണ്ട് സർ. ഇല്ലെങ്കിൽ ആ ടുഡേ മാറ്റിയിട്ട് എന്തായാലും അത് ചെയ്തല്ലോ. വെയിറ്റ് ചെയ്യും. ഇല്ല ഇപ്പം ആ ടുഡേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെഷർ ചെയ്ത് വരുന്നില്ല. ഓക്കെ അത് മാറ്റിയിട്ട് ജസ്റ്റ് ABC എന്നങ്ങ് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഡബിൾ കോഡ്സിൽ ABC എന്നങ്ങ് ടൈപ്പ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നത് പവർ ബി എന്തോ സ്റ്റക്കായ എന്തോ ഇഷ്യൂ ആണ്. ജസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. കൺട്രോൾ S കൊടുത്ത് സിസ്റ്റത്തിന്റെ റാമത്തിൽ സേവ് ആയില്ല. മുകളിൽ ഡേറ്റ് ഒന്നും മാറിയില്ലല്ലോ. ഓക്കെ സേവ് ആയി. ജസ്റ്റ് ആ ടാസ്ക് മാനേജർ വന്നിരുന്ന ഫോസ്റ്റ് ക്ലോസ് കൊടുത്ത് താഴെ ടാസ്ക് ബാറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് മാനേജർ എടുത്ത് ടാസ്ക് ബാറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് മാനേജർ എടുത്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് എന്റെ ടാസ്ക് കൊടുത്ത് ഒന്ന് ഫോസ്റ്റ് ക്ലോസ് ചെയ്ത് ചിലപ്പോൾ റെഡി ആവും. എവിടെയാണ് സർ അതോ? അല്ല പവർ ബി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് എന്നിട്ട് ഓപ്പൺ ചെയ്ത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇയാളെ ഷെയർ ചെയ്ത് ജസ്റ്റ് പവർ ബിയുടെ സ്ക്രീൻ മാത്രം. അവിടെ എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇനി പവർ ബി ഒന്ന് ഓപ്പൺ ചെയ്ത് എന്താ ഗോപാൽ ഷെയർ ചെയ്ത് ജസ്റ്റ് പവർ ബിയുടെ സ്ക്രീൻ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പം കാണാൻ പറ്റില്ല. ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പോ ഷെയർ ആവുന്നുണ്ട് സർ. ഞാൻ ലോഡായി വരുന്നേ ഉള്ളൂ. എനിക്കിവിടെ ബ്ലാക്ക് സ്ക്രീനിലുണ്ട് അത്രേ.
ആക്സസ് പവർ ബി ഓപ്പൺ ചെയ്ത് സിസ്റ്റം ഏതാ പ്രോസർ ഏതാ i5 ആണോ i7 അങ്ങനെ കാണാം. റൈസൻ റൈസൻ 5 3500 സർ. ഓക്കെ, ഇത് എത്ര വരുന്നത്? റാം എത്ര വരുന്നത്? 8 GB. 8 GB. ബാക്കിയുള്ളവർക്കും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ? പവർ ബി ആർക്കും സിസ്റ്റം സ്ലോ ആവുന്നുണ്ടോ പവർ ബി ചെയ്യുന്ന സമയത്ത്? സർ സ്ലോ ആണ്. ഓക്കെ, അത് ഈവൺ മൈക്രോസോഫ്റ്റിന് റെക്കമെൻഡ് ചെയ്യുന്ന 16 GB റാം ആണ് കേട്ടോ. കുറച്ച് ഹെവി ആപ്ലിക്കേഷൻ, അതായത് ഡാറ്റ കയറുന്നുണ്ടല്ലോ, ഡാറ്റ കയറുമ്പോൾ സ്ലോ ആവും. അപ്പൊ അതിനനുസരിച്ച് പ്രോസസ് ചെയ്യണമെങ്കിൽ പിന്നെ മാക്സിമം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്രോം ഒക്കെ ക്ലോസ് ചെയ്തിട്ട് പവർ ബി ഓപ്പൺ ചെയ്താൽ മതി. ക്രോം ഒക്കെ നല്ല രീതിയിൽ റാം യൂസ് ചെയ്യുന്ന ആളാണ്. ക്രോം അല്ല, ഏത് ബ്രൗസർ ആയാലും നല്ല രീതിയിൽ റാം യൂസ് ചെയ്യും. ഓരോ ആൾക്കാരുടെ ക്രോം കയറി കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ കാണാറില്ലേ, ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സിസ്റ്റം നല്ല രീതിയിൽ സ്ലോ ആവും. ഒരു ടാബ് ഒക്കെ മാക്സിമം ക്ലോസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു മെഷർ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബ്ലാങ്ക് ആണോ വരുന്നത്? നോട്ട് റെസ്പോണ്ടിങ്. അത് പവർ ബി ഒന്ന് ഇതാവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സിസ്റ്റം ഒക്കെ ഒന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാവോ, ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് നോക്കിയിട്ട് തീരെ പറ്റുന്നില്ല ഒന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സർ, ഓക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്തിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. യെസ്. നിങ്ങൾ നാളെ വരുമ്പോഴേക്ക് നോക്കിയിട്ട് വരേണ്ട കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞുതരാം. കോൺകാറ്റിനേറ്റ് കമ്പൈൻ വാല്യൂസ്, പിന്നെ ലെങ്ത് LE എന്നാണ് ഫംഗ്ഷൻ, ലെങ്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫൈൻഡ്, സെർച്ച്, ലെഫ്റ്റ്, റൈറ്റ്, യൂണീക്കർ, റിപ്പീറ്റ്. റിപ്പീറ്റ് മീൻസ് REPT എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ടെക്സ്റ്റിലെ ബേസ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ് കേട്ടോ. കോൺകാറ്റിനേറ്റ് കമ്പൈൻ വാല്യൂസ്, ലെങ്ത്, ഫൈൻഡ്, സെർച്ച്, ലെഫ്റ്റ്, റൈറ്റ്, യൂണീക്കർ, റിപ്പീറ്റ്. സിമ്പിൾ ഫംഗ്ഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ. അത് യൂണീക്കാർക്ക് നല്ല അടിപൊളി ഫംഗ്ഷൻസ് ആണ് കേട്ടോ. യൂണീക്കർ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് യൂണീക്കർ. നിങ്ങൾ ഇമോജീസിനൊക്കെ പവർ ബിയിലോട്ട് കോൾ ചെയ്യണം. ഇമോജീസ് നമ്മൾ വാട്സപ്പിലൊക്കെ ഒരുപാട് ഇമോജീസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ ഇമോജീസിന് അതായത് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഓരോ റിപ്പോർട്ടിൽ സ്റ്റാർ റേറ്റിംഗ്സ് കാണാറില്ലേ, അതായത് റിവ്യൂസ് ഒക്കെ കൊടുക്കുന്നില്ല, 5 ടോട്ടൽ 10ല് 5 ഫീൽഡ് സ്റ്റാറും 5 അൺഫീൽഡ് സ്റ്റാർ ഒക്കെ കൊടുക്കാറില്ലേ, അതുപോലെ സ്റ്റാർ റേറ്റിംഗ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണം. അതൊരു ടെക്സ്റ്റ് ആയിട്ട് പവർ ബിക്ക് റീഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ സ്പെഷ്യൽ ക്യാരക്ടർ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊരു നമ്പറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും, അത് ആ ക്യാരക്ടർ ആയിട്ട് മെഷീൻ കൺവേർട്ട് ചെയ്ത് തരും. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് യൂണീക്കർ. ഫസ്റ്റ് ആ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് യൂണീക്കർ ലിസ്റ്റ് ഇൻ പവർ ബി എന്നിട്ട് അടിച്ചാൽ മതി. യൂണീക്കർ ലിസ്റ്റ് ഇൻ പവർ ബി.
ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെയൊക്കെ താഴെ കാണുന്ന ഈ ഒരു 33 34 ആണ് ആ നമ്പർ. താഴത്തോട്ടൊന്നും ഒരുപാട് കാണാൻ പറ്റും. സ്ലോ ആയി. പറഞ്ഞ എന്റെ സിസ്റ്റം ഹാങ് ആയി തോന്നുന്നു. ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. പറഞ്ഞ എന്റെ സിസ്റ്റം പോയി തോന്നിട്ടോ. ഓക്കെ ഓക്കെ. കണ്ടോ, കുറെ കാണാൻ പറ്റും. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓരോന്നിനും താഴെ നിങ്ങൾക്ക് അവിടെ നമ്പേഴ്സ് കാണാം. നമ്പർ ഉണ്ട്, അവിടുന്ന് കണ്ടുപിടിച്ചാൽ മതി. താഴത്തോട്ട് വരുമ്പോൾ കളർ ഇവിടെ കാണിക്കുന്ന ഈ ബ്ലാക്ക് തന്നെ ആയിരിക്കും. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ എങ്ങനെ? ബ്രൗൺ ക്യാരക്ടർ അല്ല, കളേഴ്സിന് കളറിന്റെ കോഡാ യൂസ് ചെയ്യുക. അത് ഏത് ലാംഗ്വേജിലായാലും കളേഴ്സിന് കോഡാ യൂസ് ചെയ്യുക നമ്മള്. അത് നമുക്ക് അടുത്ത പഠിക്കാനുണ്ട്. അത്രേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്കിപ്പം ഈ ഒരു ക്യാരക്ടർ ഒക്കെ പ്രിന്റ് ചെയ്യണം. എന്ത് ചെയ്യുക? ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക 9610. ജസ്റ്റ് അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് യൂണീക്ക് ആരോ. ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ ടെക്സ്റ്റ് _3 എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു യൂണീക്ക് ആർ ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിവിടെ പാസ് ചെയ്തു. എന്റർ. ജസ്റ്റ് കാർഡ് വിഷൽ എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്താൽ എന്തായി? ഒരു തവണ വന്നു അല്ലേ? ഇനി എനിക്കിത് മൾട്ടിപ്പിൾ ടൈംസ് പ്രിന്റ് ചെയ്യിക്കണം. ഇത് ഈ ഒരാളെ തന്നെ ഒരു 5 തവണ പ്രിന്റ് ചെയ്യിക്കണം. അതിനാണ് ആര് യൂസ് ചെയ്യുക? റിപ്പീറ്റ്. തൊട്ട് മുമ്പ് പറഞ്ഞ റിപ്പീറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ മുമ്പ് തൊട്ട് ആരെ കോൾ ചെയ്യാം? റിപ്പീറ്റിനെ കോൾ ചെയ്യാം. റിപ്പീറ്റ് എന്താ പറയുന്നത്? ടെക്സ്റ്റും നമ്പർ ഓഫ് ടൈംസ്. ഇപ്പൊ യൂണീക്കർ എന്ത് റിട്ടേൺ ചെയ്യും? ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യും. ഞാൻ 10 കൊടുത്തു, കണ്ടോ? 10 തവണ അത് പ്രിന്റ് ആയി. എന്ത് ചെയ്യാം? കോഡ് അവിടെ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയിട്ട് 9609 എടുത്തു. നമ്പറിന് ഹെക്സാഡെസിമൽ കോഡാണ്. Yes. നമ്പറിന് സോറി കളറിന് കളറിന് വേറൊരു കോഡാണ്. അത് ഹാഷ് ടാഗിൽ വെച്ചിട്ട് ഓരോ നമുക്ക് ഇവിടെ എടുക്കണം. 9611 എടുത്തു കഴിഞ്ഞാൽ അത് വേറെയാവും. ഈ രീതിയിലായി. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരാളുണ്ട്. അതിൽ ഏതോ ഒന്നാണ് 9608 07 എടുത്തു കഴിഞ്ഞാൽ സ്പേസ് നമുക്ക് അവിടെ കിട്ടില്ല. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പം ഒരു സിംഗിൾ അല്ല, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒന്ന് മാത്രം ആക്കിയാൽ മനസ്സിലാവും. കണ്ടോ? 10 അടുപ്പിച്ചത് വന്നാണ്. പെട്ടെന്നാണോ ഒരു വലിയ ബാർ. ഇനി ഇതിന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു സെറ്റിംഗ്സ് ആണ്. ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആംബസിന്റെ ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ഓപ്പറേറ്റർ. ആൻഡ് അല്ല, ടെക്സ്റ്റ് ഓപ്പറേറ്റർ പവർ ക്വറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും റിപ്പീറ്റിനെ കോൾ ചെയ്യുന്നു. റിപ്പീറ്റ് ഓഫ് വീണ്ടും യൂണീക്ക് ആർ. ഞാനിവിടെ വേറൊരു ക്യാരക്ടർ എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തു 9617. അതിവിടെ പാസ് ചെയ്യും. ഇത് ഞാനൊരു 5 തവണ മതി എന്ന് പറയും. അത് 2 ടെക്സ്റ്റ് നമ്മൾ കമ്പൈൻ ചെയ്യണം. ഇവിടെ ലോഡിങ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രത്തോളം ലോഡായി, ഇത് ലോഡ് ചെയ്യാൻ ബാക്കി കാണാറില്ലേ? ഇതുപോലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് യൂണീക്ക് ആർ. ക്യാരക്ടേഴ്സ് എടുത്താൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടൈംസ് ആക്കാനാണ് ആരെ യൂസ് ചെയ്യാം? റിപ്പീറ്റ്. അപ്പൊ അതുപോലെ ഫംഗ്ഷൻസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തന്നെയായിരിക്കും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഫൈനൽ സെർച്ച് ആ പേരിൽ തന്നെയുണ്ട്, ലെഫ്റ്റോ റൈറ്റോ ആ പേരിൽ തന്നെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചേട്ട് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നാളെ വരുമ്പോഴേക്ക് ഇത്രയും ഫംഗ്ഷൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് വരും കേട്ടോ. അതിന്റെ കൂടെ ഇതുവരെ എടുത്ത കാര്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്ന ലീവ് ചെയ്തോളൂ. അതിന് ഡൗട്ടോ കാര്യങ്ങളാണ് ചോദിച്ചോളൂ. ശരിയല്ലോ. സാർ ഞങ്ങളുടെ സിലബസ് ഇപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്? പവർ ബി കോഴ്സില്ല കോഴ്സിന്റെ സിലബസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. ഞങ്ങളുടെ ബാച്ചിന് എന്താണ് ഫോളോ ചെയ്യുന്നത്? ജനറേറ്റീവ്